ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേലം വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് ഒരു 4 മണിയാകുമ്പോൾ എണീറ്റ് അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. പശുവിനെ നോക്കുക, പുല്ല് അരിയാൻ പോവുക. ഇതൊരു ചെറിയൊരു തൊഴുത്താണ്, പക്ഷെ പുറത്താണ് പശുവിനെല്ലാം കിട്ടിയിട്ടില്ല. ഇളയമ്മയും പാപ്പനും അവരുടെ അച്ഛനമ്മയും എല്ലാവരും വിജയം പുല്ലരിയാൻ പോയതോ. കുഞ്ഞിനിഷ്ടായ ഇന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റായി. 2 ദിവസത്തെ ഉറക്ക ക്ഷീണം. ഞാൻ മെല്ലെ എണീറ്റ് എത്ര പശു ഇല്ലേ അറിയാം ഞങ്ങൾക്ക്? 14 പശുവോ? 14 പശു ഉണ്ട് ഇവിടെ. പശുക്കുട്ടിയുണ്ട് അല്ലേ? ടോട്ടൽ മെയിൻ എന്ന് വെച്ചാൽ പശു കൃഷി, ഇതല്ലാതെ ഇവരുടെ മെയിൻ ഇൻകം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതാണ് ഇളമയുടെ വീട്. ചെറിയ വീടാണ് ഈ ഭാഗത്തൊക്കെ. ചെറിയ വീട്, പിന്നെ കുറേ കൃഷി സ്ഥലം, പിന്നെ വീടൊക്കെ ഉണ്ട്. ഒരു നമ്മൾ സാധാരണ ഫാമിലി കൊണ്ട് സാധാരണ വീട്. ഇവർക്ക് വേറൊരു വീട് അതിന് മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് ജംഗ്ഷനിൽ തന്നെ അതുകൊണ്ട് പാർട്ടീഷനായിട്ട് കിട്ടാനുള്ളതാണ്. കുഞ്ഞൂസ് രാവിലെ തന്നെ ഫുൾ പവർ മോഡിലാണ്. എല്ലാവരും ഇങ്ങനെ അലമ്പാക്കി പോകുന്നുണ്ട്. അവർക്കിപ്പോൾ രാവിലെ തന്നെ പടക്കം പൊട്ടിക്കണം. ചായ ഒന്നും വേണ്ട, ഫുൾ ഓണിലാണ് കുഞ്ഞു. സൗണ്ട് ഇല്ല റിയ. കണ്ട ഇറിഗേഷൻ സിസ്റ്റം കണ്ട, ഇങ്ങനെ റോഡാക്കി നാട്ടിനുള്ളില്ലേ അതുപോലെ തന്നെ റോഡാക്കിയിട്ട് അവിടെ ഒരു ടാങ്കിലേക്ക് വെള്ളം ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഇതിലേക്കുള്ള ബണ്ട് തിരിച്ച് വിടും. ഇതിപ്പോൾ ഇതിലിങ്ങനെ ഒഴുകി പോകുന്നു വെള്ളം. വളരെ രസമാണ്. കുഞ്ഞു ദിവസം ചെറിയൊരു വെള്ളച്ചാട്ടം. കുഞ്ഞു ദിവസം ഇങ്ങോട്ട് നോക്കി തിരിച്ച ഗൈസ് കാണിച്ചു കൊടുക്കും വെള്ളച്ചാട്ടം. ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടം. കറിവേപ്പില, കാട് കണക്കിന് കറിവേപ്പില കരി. സീതാപ്പഴം പഴുത്തോ? പച്ച. ഇതല്ല നിങ്ങളെ സ്ഥലാ? മീത്ത് വെള്ളത്തിലിട്ട ടപ്പ് ടപ്പാവുന്ന സാധനം എടുക്ക്. വെള്ളത്തിലിട്ട ടപ്പ് ടപ്പാവുന്ന ഒരു സാധനം എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിട്ട് കളയല്ലേ. ഇത് അറിയാ പറഞ്ഞ ഇതെന്തായാലും എങ്ങനെ കാണിച്ചു അച്ഛനെ കാണിച്ചെന്ന്. ഇതാ ഗൈസ്, ഇതാണ് വെള്ളത്തിലിട്ട ടപ്പ് ടപ്പാവുന്നത്. കുഞ്ഞിപ്പോ വെള്ളത്തിലിടും. ബാ നടക്ക്. പൊട്ടുന്നുണ്ടാ? കടുക് പൊട്ടുന്ന പോലെ വെള്ളത്തിലിട്ട്, എണ്ണയിലിട്ട് കടുക് പൊട്ടിക്കുന്ന പോലെ വെള്ളത്തിലിട്ട് അവർ ചെടീൻ്റെ വിത്ത് പൊട്ടിക്കുക. എൻ്റെ ഇളയമ്മയുടെ ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഈ വീട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവരുടെ വീട്.
പിന്നെ വീടൊന്നുമില്ല. സേലം ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ സേലം? സേലം നെട്ടൂരാണുള്ളത് കേസ്. നമ്മള് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അപ്പാക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കും, അമ്മക്ക് മേമക്ക് കാണിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ പശുവൊക്കെ വരടാണ്. പശുവിനോട് സംസാരിച്ചു അടുത്തോ അപ്പുറത്തോ? നല്ല കാലാവസ്ഥ. അഞ്ചു കേരള ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്ക്. തമിഴ്നാട് കറിക്ക് കാരം കുറവാണ്. ഇത് വേറെ റൂം, ഒരു റൂം ഇവിടെ, രണ്ട് റൂം തന്നെ.
ഈ തൊട്ടടുത്ത ചെമ്പിൽ കാണുന്നത് പശുവിന് കൊടുക്കുന്ന കാടിയാണ്. ഇത് അരി പിടിച്ചു കൊണ്ടുവന്നിട്ട് മിക്സാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ പിണ്ണാക്കൊക്കെ കൊടുക്കുന്ന പോലെ അതേപോലെ കൊടുക്കുന്നതാണ് പശുവിന്. ഈ തൊട്ടുമുമ്പിൽ കാണുന്നതാണ് ഗവൺമെൻറ് ബസ്. ഇതിൽ പെൺകുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. യാത്ര ചെയ്യാൻ ഒരു പൈസ കൊടുക്കണ്ട.
ഡാമിലേക്ക് കയറാൻ പോകുന്നത്. കുഞ്ഞൂസിന് കളിപ്പാട്ടം ഐസ്ക്രീമിന് വേണ്ടി കയറാം. ഫ്രണ്ടിൽ മേട്ടൂർ ഡാം എൻട്രൻസിൽ കയറാം. $5 ഒരാൾക്ക്. അല്ല ഇത് വായിക്കണമെന്നില്ല, പക്ഷെ തമിഴിലായതുകൊണ്ട് അറിയില്ല എന്താണ്. അല്ല അത് വായിക്കല് അതെന്ത് സംഭവം? അല്ല നമുക്ക് കണ്ണാളെ കൊണ്ട് പ്രശ്നമില്ല. യെസ് അടക്കാം. ഇതെന്ത് പൂങ്ക? ഇത് പൂങ്ക സെല്ലും വഴി. ഇത് പൂങ്ക. ആ മേട്ടൂർ കാവൽ നിലയം, പോലീസ് സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. അങ്ങനെ മേട്ടൂർ ഡാമിന്റെ താഴെയൊക്കെ പറ്റിയത് എത്ര ഹൈറ്റ് ഉണ്ടാവില്ലേ? ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ടാവില്ലേ? ഗൂഗിൾ ചെയ്ത് നോക്കും. മേട്ടൂർ ഡാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡാം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണ് മേട്ടൂർ ഡാം. ഇതിന് 214 ഫീറ്റ് ആയിട്ടുണ്ട്. ഇത് കാവേരി റിവറിന്റെ അക്രോസ് ആയിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സ്പെൻഡ് ചെയ്യാനില്ല, ഏകദേശം നല്ല ആൾക്കാരുണ്ട്. നല്ല തിരക്കുള്ളൊരു സ്പോട്ടാണ് മേട്ടൂരിൽ കാണുന്നത്. ഇളയമ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല നല്ല ഇരിക്കേണ്ട സ്പേസ്, എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാം. ഉത്തരയിലും ഉള്ളത് മേട്ടൂർ ഡാമിൻ്റെ അക്രോസിലുള്ള ഒരു ബ്രിഡ്ജിൽ പക്ഷേ റിസർവോയറിന് വെള്ളം കറണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വിടുന്ന ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ചാനലിൽ കൂടി അക്രോസ് ആയിട്ട് കിട്ടിയ ബ്രിഡ്ജ് ആണല്ലോ. ഇപ്പോൾ ഒരു ഷട്ടർ ഒരു മെയിൻ വാങ്ങുക, അത് മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടർബൈൻ അതിനകത്താണ് വെച്ചില്ല, കാണുന്നില്ല. ഈ ലാസ്റ്റിലുള്ള ഇതിനകത്താണ് ടർബൈൻ ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് തോന്നുന്നു അങ്ങനെ, അത് കറക്റ്റ് അറിയില്ല, അതാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ കറണ്ട് ഉണ്ടാക്കിയിട്ടാണ് ആ സംഭവം വെള്ളം ഇങ്ങോട്ടേക്ക് ടർബൈൻ കറക്കി കറണ്ട് ഉണ്ടാക്കി തിരിച്ച് ഇങ്ങോട്ടേക്ക് വെള്ളം കൊടുക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് അടിപൊളി. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ വ്യൂ ആസ്വദിക്കാം. ഇങ്ങനെ ഒഴുകി വരുന്ന കാവേരി റിവർ മേട്ടൂർ ഡാം ഒരു വെറൈറ്റി ഡാമാണ്. എന്നാലും കുഞ്ഞു എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. അതെന്താ കാണാൻ ഷെയ്ക്കാൻ കൊടുത്തില്ല? ഷെയ്ക്കാൻ കൊടുക്കും. പേര് ചോദിക്കും. ഒരു ഉമ്മ കൊടുത്ത്, കവിളിലൊരു ഉമ്മ കൊടുത്ത്, ഒരു ഉമ്മ കൊടുക്ക്. അയ്യോ ഗുഡ് ഗുഡ്. അയ്യോ ഇത് പോയിക്കോ, ഒന്നിച്ച് പോ, ഒരു ഫോട്ടോ എടുക്കും. ഷെയ്ക്കിന്റെ 2 പേര് ഇങ്ങോട്ട് നോക്ക്. 2 പേരിൻ്റെ കൂടെ ഗൈസ് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നമ്മൾ ഇവിടെ വരുന്ന നോക്കി വരുന്നു. ടാറ്റ പറ, ടാറ്റ. പോ. കുഞ്ഞു സ്പീഡ് ഗൈസ്, കുഞ്ഞു സ്പീഡ്.
മറ്റേ സൈഡിലേക്ക് പോകണമെങ്കിൽ. ഇനി അടുത്ത സൈഡിലേക്ക് മേട്ടൂർ ഡാമിന് വേറൊരു സൈഡ്, പാർക്കൊക്കെ ഉള്ള സൈഡ്. ആ ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ നടന്നിട്ടുണ്ട്. ആ ബ്രിഡ്ജ് കണ്ടിട്ട് ആർച്ച് ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മൾ ഈ വർഷത്തേക്ക് വന്നത്. ഫസ്റ്റ് ആവല്ലോ. ആ വീഴപ്പോ ഫസ്റ്റ്. ഇത് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോ പോയിൻ്റാണ്. 2 സൈഡ് പനകൾ, നടുവിൽ കൂടി ഒരു ചെറിയൊരു പാസേജ്. ഏകദേശം ഒരു ദുബായ് സ്റ്റൈൽ പോലുള്ള സ്ഥലം. നന്നായിട്ടുണ്ട്. പാലുണ്ട്, ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. മുറുക്കുണ്ട്. ഏത് നീ പോന്നാ? നീ വരുന്നാ? അച്ഛൻ്റെ പേര് വരുന്നാ? ഇങ്ങോട്ട് വാ, നോക്കട്ടെ. ഇല്ലേ?
ഫാമിംഗ് ആണ് ഇവർ